നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്നു മുതൽ മഴ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന് പല ഭാഗത്തും വലിയ രീതിയിലുള്ള മഴ അന്തരീക്ഷമാണ് രാവിലെ തന്നെ ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളതെന്നടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. വരുന്ന 5 ദിവസവും മഴ തുടരും. അപ്പോൾ വളരെ ജാഗ്രത വേണം. ഇനി അങ്ങോട്ട് മഴയുടെ നാളുകളാണ്. 29-ാം തീയതി അതായത് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അത്തരത്തിൽ ഓറഞ്ച് അലേർട്ടിലേക്കാണ് അലേർട്ടുകൾ മാറിയിരിക്കുന്നത്. ആ സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 1-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലേർട്ടിലൂടെ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട്. മഞ്ഞ അലേർട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 1-ാം തീയതി തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 2-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മഴ ശക്തി പ്രാപിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ അത്തരത്തിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ തയ്യാറാകണം. നദിക്കരകളുടെ തീരത്തോ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങളിലോ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. മഹാരാഷ്ട്ര തീരത്തോട് ചേർന്ന് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും നിലകൊള്ളുന്നുണ്ട്. വടക്കൻ തെലങ്കാനയ്ക്കും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായുള്ള ചക്രവാത ചുഴി തുടരുന്നുണ്ട്. ഇപ്പോൾ തീരദേശ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി ഛത്തീസ്ഗഡ്, മറാത്ത്വാഡ വഴി മധ്യ മഹാരാഷ്ട്ര വരെ സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിൽ ന്യൂനമർദ്ദപാത്തി നിലകൊള്ളുന്നുണ്ട്. മറ്റൊരു ന്യൂനമർദ്ദപാത്തി വടക്കൻ കർണാടകയിൽ നിന്ന് തുടങ്ങി റയലസീമ, തെക്കൻ കർണാടക, തമിഴ്നാട് വഴി കന്യാകുമാരി പ്രദേശം വരെ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ജൂൺ 28 മുതൽ ജൂലൈ 2 വരെ കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ 28 മുതൽ അതുപോലെ തന്നെ ജൂലൈ 1 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ജൂലൈ 2 വരെ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് നൽകിയിരിക്കുകയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. അപ്പോൾ മലയാളി വാർത്തയുടെ പ്രേക്ഷകരെല്ലാം വളരെ സുരക്ഷിതരായിരിക്കുക. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. അപ്പോൾ മഴ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മുൻകരുതൽ എടുക്കുക, ജാഗ്രതയോടെ ആയിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.